നമസ്കാരം. തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. പ്രചരണത്തിൽ മേൽക്കൈ നേടി LDFും. അംഗച്ചൂട് പങ്കുവയ്ക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വിശേഷങ്ങളും. LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നുകഴിഞ്ഞു. ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി ഇടത് സ്ഥാനാർത്ഥികൾ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ഇടതു സ്ഥാനാർത്ഥികൾ പ്രമുഖരെയാണ് ഇന്ന് സന്ദർശിച്ചത്. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ശബരിമല ദർശനം നടത്തി. തിരുവനന്തപുരത്ത് നിന്നും KG ദിനകരന്റെ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് LDF രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനുള്ള തിരക്കിലാണ്. ഇന്ന് രാവിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് CSI ബിഷപ്പ് ധർമ്മരാജ് റസാലുവുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. അതോടൊപ്പം എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയും സമ്പത്ത് നടത്തുകയുണ്ടായി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സി ദിവാകരനും അദ്ദേഹവും ഇന്ന് ധർമ്മരാജ് റസാലുവുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഡോക്ടർ എ സമ്പത്ത് പിന്നീട് നേരെ പോയത് ധർമ്മരാജ് റസാലത്തെ കണ്ട ശേഷം അദ്ദേഹം നേരെ പോയത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ്റെ വസതിയിലേക്കാണ്. VSനെ കണ്ട് അദ്ദേഹം അനുഗ്രഹങ്ങൾ തേടി. അതോടൊപ്പം VS എല്ലാ വിജയാശംസകളും ഡോക്ടർ എ സമ്പത്തിന് നൽകുകയുണ്ടായി. മുന്നണി നല്ല വിജയം ഉണ്ടാവും. മുന്നണിക്ക് അസലായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഇതിഹാസമായിട്ടുള്ള സഖാവ് VS നിങ്ങളോടൊപ്പം സന്തോഷം പങ്കെടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അഭിമാനകരമായ വിജയം ആ വിധത്തിൽ സമ്മാനിക്കാൻ എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും പങ്കാളിത്തവും അനുഗ്രഹാശിസ്സുകളും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. LDFിൻ്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളാണ് നടന്നു വരുന്നത്. അതേസമയം UDF ആവട്ടെ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ശശി തരൂർ ആണ് എന്ന് വ്യക്തമാണ് എങ്കിൽ കൂടിയും അദ്ദേഹം കാര്യമായ പ്രചരണ രംഗത്ത് ഇതുവരെ എത്തിയിട്ടില്ല. BJPയുടെ കുമ്മനം രാജശേഖരൻ പ്രചരണ രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ ശബരിമലയ്ക്ക് ദർശനത്തിനായി പോയിരിക്കുകയാണ്. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ഹൈക്കമാൻഡ് അതൃപ്തി രേഖപ്പെടുത്തി. തർക്കം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുൻതൂക്കം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം മറ്റ് സീറ്റുകളിലെ ജയസാധ്യതയെയും ഇത് ബാധിക്കുന്നുവെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഇനി കേരള കോൺഗ്രസിനോട് ഉദാര സമീപനം വേണ്ടെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുത്തു കഴിഞ്ഞു. പ്രതിസന്ധി രൂക്ഷമായാൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാകുകയാണ്. റോമൻ കത്തോലിക്ക സഭയുടെ സമ്മർദ്ദത്തിൽ UDF പൊതുസ്വതന്ത്രനായി PJ ജോസഫിനെ ഇടുക്കിയിൽ നിർത്താനുള്ള നീക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലെസ്ലി ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടു അനിശ്ചിതത്വം തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുന്നത്. കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ കൂടി ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ശക്തമായ അതൃപ്തിയും ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ജില്ലകളായ ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിൽ പോലും ഇതിന്റെ അലയടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. എന്തായാലും അതെല്ലാം തന്നെ പരിശോധിച്ചുള്ള ശക്തമായ നിലപാട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ സമവായത്തിൽ എത്താത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഒരു പൊതുസ്വതന്ത്രനെ നിർത്തണമെന്നുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനിടെ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് റോമൻ കത്തോലിക്ക സഭാ അധ്യക്ഷൻ ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാമനിലയത്തിൽ എത്തുകയും ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ റോമൻ കത്തോലിക്ക വിഭാഗത്തിന് സ്ഥാനാർത്ഥിത്വം ആവശ്യമാണ് എന്നുള്ള ഒരു ആവശ്യം സഭ മുൻപോട്ട് വെച്ചു. ഇത്തരത്തിലാണെങ്കിൽ ഇടുക്കിയിൽ PJ ജോസഫിനെ പൊതുസ്വതന്ത്രനായി UDF നിർത്തണമെന്നുള്ള ആവശ്യമാണ് സഭ കോൺഗ്രസിനും അധ്യക്ഷന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും സഭ പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തായാലും മാണി അയയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തമായ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. കൊല്ലത്ത് ഇരുമുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള പരിശ്രമത്തിലാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ചാത്തന്നൂർ മണ്ഡലത്തിലും
ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പുനലൂരിലും വോട്ട് തേടി. അതേസമയം സംഘീയെന്ന് തന്നെ ആക്ഷേപിക്കുന്നുവെന്ന പ്രേമചന്ദ്രന്റെ ആരോപണത്തിന് പ്രവൃത്തിദോഷമാണ് പഴിക്ക് കാരണം എന്ന് കെ വരദരാജൻ മറുപടി നൽകി. കൊല്ലത്ത് നിന്നും രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംഘി എന്ന് തന്നെ ആരോപിച്ചാണ് ഇടതുമുന്നണി പ്രചരണം നടത്തുന്നു എന്ന ഒരു സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രേമചന്ദ്രന്റെ കൃത്യമായ ആ മറുപടികളാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ വരദരാജൻ തന്നെ അദ്ദേഹം വ്യക്തമാക്കി, പ്രവൃത്തിദോഷം, ഈ പ്രേമചന്ദ്രന്റെ പ്രവൃത്തിദോഷം കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകട്ടെ, ഇതേ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ ഇതല്ല. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നാടിനുണ്ടായിരിക്കുന്ന ആപത്ത്, മതനിരപേക്ഷതയ്ക്ക് ഏറ്റിട്ടുള്ള ഭീഷണി, ഇത്തരം കാര്യങ്ങളാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത്. നല്ല ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തണം. അത്തരം രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് ഇടതുമുന്നണി ജനങ്ങളുടെ മുന്നിൽ വിൽക്കുന്നത്. റാഫേൽ ഉൾപ്പെടെയുള്ള അഴിമതിയുടെ കാര്യങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതിനുള്ള വോട്ട് തേടിയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നു. അതേസമയം പ്രേമചന്ദ്രൻ ഇന്ന് യു ഡി എഫിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പുനലൂരിലും ചടയമംഗലത്തുമാണ് പ്രചരണം നടത്തിയത്. അദ്ദേഹത്തിന്റെയും കൺവെൻഷനിലും നടക്കുന്നു. ഔദ്യോഗിക പരിപാടി 15-ാം തീയതി ശേഷം മാത്രമായിരിക്കും UDF-ന്റേത് ആരംഭിക്കുക. BJPക്ക് ഇതുവരെ സ്ഥാനാർത്ഥി ആരെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് NDA മുന്നണി. BJPയുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി പ്രേമചന്ദ്രനെ സഹായിക്കും എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കെയാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇന്നും മധ്യകേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. മാണി വിഭാഗത്തിനു വേണ്ടി റോഷി അഗസ്റ്റിൻ MLA-യും ജോസഫ് വിഭാഗത്തിനു വേണ്ടി മോൻസ് ജോസഫ് MLA-യും പരസ്പരം പോർ വിളിച്ച് രംഗത്തെത്തി. എന്നാൽ ഘടകകക്ഷികൾക്ക് വഴങ്ങുന്നത് ബലഹീനതയായി കാണേണ്ടെന്ന് DCC നേതൃത്വം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് TP പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയം സീറ്റ് പിടിച്ചെടുക്കാൻ ചില കോൺഗ്രസ് നേതാക്കന്മാർ PJ ജോസഫിനെ ഉപയോഗിക്കുന്നുവെന്നുള്ള ആരോപണം ശക്തമായിരുന്നു. അതേസമയം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മാണി വിഭാഗം അറിയിച്ചത്. എന്തായാലും കോട്ടയം കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണെന്നും ആ കോട്ടയം സീറ്റ് വച്ചുമാറില്ല എന്നും മാണി വിഭാഗം നേതാക്കൾ കൃത്യമായി തന്നെ അവരുടെ മറുപടി നൽകിയിരുന്നു. കോട്ടയം സീറ്റ് വച്ചുമാറില്ലെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നുമാണ് മാണി വിഭാഗം അറിയിച്ചുള്ളത്. എന്തായാലും KM മാണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ യാതൊരു കാരണവശാലും മാറ്റില്ല എന്നാണ് റോഷി അഗസ്റ്റിൻ MLA പ്രതികരിച്ചത്. എന്നാൽ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടേണ്ട എന്നും മുന്നണി നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്നുള്ളതും റോഷി അഗസ്റ്റിൻ സംശയങ്ങൾക്കിട നൽകാത്ത വിധം കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കോട്ടയം കേരള കോൺഗ്രസിന് നൽകിയത് മുന്നണിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി യോഗം ചേർന്ന് ഞങ്ങളുടെ ഇതിന് ചുമതലപ്പെടുത്താൻ അർഹതയുള്ള അംഗീകാരമുള്ള യോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങൾ വിലയിരുത്തി പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. ചെയർമാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആലോചനകൾ നടത്തണമെന്ന് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തത് അദ്ദേഹമാണല്ലോ. ആലോചനകൾ നടത്തി തീരുമാനമെടുത്തു, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അത്രമാത്രം. മുന്നണിക്ക് നൽകിയ സീറ്റിൽ, കോട്ടയം പാർലമെന്റ് സീറ്റിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ KM മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതോടുകൂടി ഞങ്ങളുടെ സീറ്റ് വിഭജന ചർച്ച സ്വാഭാവികമായും പൂർത്തിയാവണമല്ലോ. ഇനി തെരഞ്ഞെടുപ്പിലേക്കാണ് പ്രവേശിക്കുക. അതേസമയം കേരള കോൺഗ്രസിൽ ജനാധിപത്യ കീഴ്വഴക്കം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള പ്രതികരണമാണ് മോൻസ് ജോസഫ് MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. PJ ജോസഫിന്റെ പേര് മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നിരുന്നത്. എന്നാൽ പിന്നീട് തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ KM മാണി കൈവിട്ട PJ ജോസഫിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ച ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ജോസഫ് വിഭാഗം. ഇടുക്കിയിൽ PJ ജോസഫ് മത്സരിക്കണമെന്ന റോഷി അഗസ്റ്റിന്റെ ഒരു ആവശ്യത്തെ മോൻസ് ജോസഫ് MLA സ്വാഗതം ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. കവലപ്രസംഗം പുതിയതൊന്നും നടന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് ആ പ്രശ്നത്തിന് മറുപടി പറയുന്നത്? ജനാധിപത്യപരമായി കാര്യങ്ങൾ പരിശോധിച്ച് ചെയ്യുന്ന കീഴ്വഴക്കമാണ് കേരള കോൺഗ്രസിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. എന്തായാലും കോട്ടയം സീറ്റിനെയും ഇടുക്കി സീറ്റിനെയും എല്ലാം ചൊല്ലി തന്നെ വലിയ തരത്തിലൊരു കലാപമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചാകട്ടെ അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത്. ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇപ്പോൾ കോൺഗ്രസിന് അടക്കം നഷ്ടമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കോട്ടയത്ത് നിന്നും കാണാനാകുന്നത്. കേരള കോൺഗ്രസിൽ തർക്കങ്ങൾ മുറുകുമ്പോഴും PJ ജോസഫ് ശുഭപ്രതീക്ഷയിലാണ്. ഇടുക്കി സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PJ ജോസഫിനെ മത്സരിപ്പിക്കാം എന്ന ഫോർമുലയാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ളത്. ഹൈക്കമാൻഡ് ഈ ഫോർമുല അംഗീകരിച്ചാൽ ഇടുക്കിയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറും PJ ജോസഫ്. ഇടുക്കിയിൽ നിന്നും സമീർ C വഴങ്ങോടിന്റെ റിപ്പോർട്ട് കാണാം. കേരള കോൺഗ്രസ് എമ്മിന് 2 സീറ്റ് വേണമെന്നുള്ള ആവശ്യം UDF തള്ളി.
ലഭിച്ച ഏക സീറ്റിൽ താൻ മത്സരിക്കും എന്നുള്ള വിശ്വാസവുമായിരുന്നു പാർട്ടി ചെയർമാൻ നടന്നിരുന്നത്. പക്ഷേ കോട്ടയത്ത് KM മാണി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇതോടെ വലിയ നിരാശയിലും കടുത്ത അമർഷത്തിലുമായി PJ ജോസഫ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും നിരാശയിലായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നാളെ ഒരു പോസിറ്റീവ് വാർത്ത ഉണ്ടാകും എന്നാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പല നിർദ്ദേശങ്ങളുണ്ട്. നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ല, പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. PJ ജോസഫിനെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അദ്ദേഹത്തെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കുക എന്നുള്ള ശ്രമങ്ങളാണ് സജീവമായിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് ആണ്, പ്രത്യേകിച്ചും A ഗ്രൂപ്പാണ്, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ. പക്ഷേ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം I ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ സീറ്റ് മറ്റാർക്കും വിട്ടു നൽകേണ്ടതില്ല, അത്തരത്തിലുള്ള ഒരു ത്യാഗം ചെയ്തുകൊണ്ടുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പോകരുത് എന്നുള്ള ആവശ്യമാണ് ശക്തമാവുന്നത്. അത്തരം കാര്യങ്ങളും അതോടൊപ്പം തന്നെ PJ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിന്റെ വർക്കിംഗ് ചെയർമാനാണ്, പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിയമസഭാ അംഗമാണ്. അത്തരത്തിൽ അദ്ദേഹം UDFന്റെ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ താൻ ഇത്തവണ മത്സരാർത്ഥിയായിക്കൊണ്ട് ഉണ്ടാകും, സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. എന്തായാലും നാളെ ഏത് വിധത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഈ അദ്ദേഹത്തിന്റെ ഈ ശുഭാപ്തി വിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെന്നെത്തുക എന്നുള്ളത് വ്യക്തമല്ല. നാളെ വൈകിട്ടോടുകൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് PJ ജോസഫ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് തൃശൂർ തൃപ്രയാറിൽ ദേശീയ മത്സ്യത്തൊഴിലാളി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതിനിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. തൃശൂരിൽ നിന്നും VS അഭിരാമിന്റെ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളത്തിലെ രാഹുൽ ഗാന്ധി തൃശ്ശൂരിലെ തൃപ്രയാറിലെ സ്പെഷ്യൽ പാർലമെന്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മോദി സർക്കാർ ഇന്ത്യക്ക് അപമാനമാണെന്നും അത്തരത്തിലൊരു കൊള്ളക്കാരൻ രാജ്യം ഭരിക്കുകയാണെന്നും അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. വേറെ വ്യത്യസ്തമായ സമ്മേളനമാണ്. കാരണം ഇന്ത്യയിൽ മുഴുവനുള്ള ഫിഷർമാൻമാരുടെ ഒരു പങ്കാളിത്തം ഈ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായി ഉത്തരം പറയുകയും ചെയ്തു. ഇന്ത്യയിൽ മോദി സർക്കാർ ഭരിക്കുന്ന അപകടമാണെന്നും നീരവ് മോദിക്കും മെഹുൽ ചോക്സിക്കും അതുപോലെ തന്നെ അനിൽ അംബാനിക്കും മാത്രം സൗരഭ്യം സർക്കാരായി ഈ സർക്കാർ മാറിയെന്നും അതുകൂടാതെ തന്നെ മറ്റ് ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്ന സർക്കാരല്ല ഇപ്പോൾ ഭരിക്കുന്നത്. എന്നാൽ UP അധികാരത്തിലെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശബ്ദങ്ങൾ അവിടെ ഡൽഹിയിലെത്തുന്ന ഒരു സർക്കാരായി മാറുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ഇത് കൂടാതെ തന്നെ ഏറ്റവും ശ്രദ്ധേയ മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ചർച്ചകളിൽ തുടരുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ എത്തിയത് എന്നതാണ്. അതിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. UDFിലും മറ്റ് മാണി കോൺഗ്രസ് മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ കഴിയാതെ ആയിപ്പോ എന്നതും ശ്രദ്ധേയമാണ്. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ മണ്ഡല പര്യടനം തുടരുകയാണ്. തീരദേശ മേഖലകളിലൂടെയായിരുന്നു ഇന്നത്തെ പര്യടനം. രക്തസാക്ഷി മണ്ഡപത്തിൽ ഉൾപ്പെടെ പുഷ്പാർച്ചന നടത്തിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. ആലപ്പുഴയിൽ നിന്നും H ഷാജഹാന്റെ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് വളരെയധികം പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായിട്ട് അരൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആരിഫ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അരൂർ മണ്ഡലം, അതായത് പ്രത്യേകിച്ച് അരൂർ അടക്കമുള്ള ആലപ്പുഴ മണ്ഡലം പൂർണ്ണമായിട്ടും ആദ്യഘട്ട പ്രചരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇതോടൊപ്പം തന്നെ തൻ്റെ മണ്ഡലം കൺവെൻഷനുകളും ഓരോ മണ്ഡലത്തിലെയും കൺവെൻഷനുകളും ഇന്ന് പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തായാലും ഗ്രാമാന്തരങ്ങളും അതോടൊപ്പം നഗരത്തിലും ഒക്കെ തന്നെ വോട്ട് തേടിയുള്ള തുറന്ന ജീപ്പിലും അതോടൊപ്പം തന്നെ നടന്നുമൊക്കെ തന്നെ കടകമ്പോളങ്ങൾ കയറിയുമുള്ള വോട്ട് തേടിക്കൊണ്ടുള്ള പ്രചരണവും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ട പര്യടനം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2ാം ഘട്ട പര്യടനം ഉടൻ തന്നെ ആരംഭിക്കും. എന്തായാലും ഇന്ന് തീരദേശ മേഖലയിലൂടെയുള്ള പര്യടനമായിരുന്നു അരൂർ MLA കൂടിയായിട്ടുള്ള ആരിഫിൻ്റെ നമുക്ക് കാണാൻ സാധിച്ചത്.
ഹരിപ്പാട് കായംകുളം കേന്ദ്രീകരിച്ചുള്ള തീരദേശ മേഖലയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരദേശ പര്യടനം. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വോട്ട് തേടിയും തീരദേശ മേഖലയിലെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ വോട്ട് തേടിയായിരുന്നു അദ്ദേഹം എത്തിയത്. അതോടൊപ്പം തന്നെ മാവേലിക്കര പാർലമെന്റ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ചിറ്റയം ഗോപകുമാറും തൻ്റെ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ സജീവമാണ്. ഇന്ന് കുട്ടനാട് ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലെ മണ്ഡലം കൺവെൻഷനുകളാണ് നടന്നത്. നിരവധി പ്രമുഖ നേതാക്കളൊക്കെ തന്നെ മണ്ഡലം കൺവെൻഷനിൽ എത്തിയിരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് ഈ മണ്ഡലം കൺവെൻഷനിലൊക്കെ തിങ്ങി നിറയുന്ന ജനക്കൂട്ടമാണ്. എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങളെന്ന ഉറപ്പ് വരുത്തുന്നതാണ് നമുക്ക് ഓരോ മണ്ഡലം കൺവെൻഷനുകളിലും പ്രചരണ രംഗത്തുമൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ചിറ്റയം ഗോപകുമാറും കൊട്ടാരക്കര മുതലുള്ള തൻ്റെ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ തുറന്ന ജീപ്പിലും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തികളെ നേരിട്ട് കാണേണ്ടവരെ നേരിട്ട് കണ്ടുമൊക്കെ തന്നെയുള്ള പ്രചരണം സജീവമായിരിക്കുകയാണ്. എന്തായാലും രണ്ട് മണ്ഡലങ്ങളും ആലപ്പുഴയും അതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലത്തിലും ഇരു സ്ഥാനാർത്ഥികളിലും പ്രചരണ രംഗത്ത് വളരെയധികം സജീവമാണ്. ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടുള്ള പ്രചരണ രീതിയാണ് നമുക്കിപ്പോൾ രണ്ട് മണ്ഡലത്തിലും കാണാൻ സാധിക്കുന്നത്. വടക്കൻ കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ആവേശത്തിലേക്ക് പൂർണ്ണമായും കടന്നിരിക്കുന്നു. കോഴിക്കോട് മുക്കത്താണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ കൺവെൻഷൻ ഇന്ന് നടന്നത്. MP വീരേന്ദ്രകുമാർ MP ആണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. 2004 സമാനമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ടാകുമെന്നാണ് ചടങ്ങിൽ സംസാരിച്ച കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ലതീഷ് ചേരും. വൻ ബഹുജന പങ്കാളിത്തത്തോടെയാണ് വയനാട് പാർലമെന്റ് മണ്ഡലം LDF കൺവെൻഷൻ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് ചേർന്നത്. ആയിരക്കണക്കിന് സ്ത്രീകളടക്കമുള്ളവർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കൺവെൻഷനിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കടുത്ത ചൂടിനെ പോലും വകവെക്കാതെ മലപ്പുറം ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നുമുള്ള നൂറുകണക്കിന് പ്രവർത്തകർ കൺവെൻഷൻ ഹാളിലേക്ക് ഒഴുകിയെത്തി. മുതിർന്ന LDF നേതാവും രാജ്യസഭാംഗവുമായ MP വീരേന്ദ്രകുമാറാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഒരു ശരീരവും മനസ്സും ആയി LDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. LDFിലേക്ക് തിരിച്ചെത്തിയതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. കേരളത്തിന് സംഭാവന ഇന്നതായിരുന്നുവെന്ന് ആ ചരിത്രത്തെ ഞങ്ങൾ കുറിപ്പിക്കും, എഴുതിപ്പിക്കും. നിങ്ങൾ സംശയിക്കേണ്ട. ആ തെരഞ്ഞെടുപ്പാണ് നമ്മളിപ്പോൾ മത്സരിക്കുന്നത്. ഒരു മുന്നണിയായിട്ടും ഒരാത്മാവായിട്ടും ഒരു ശരീരമായിട്ടുമാണ്. നമ്മൾ കൃത്രിമമായി ആരോടും വോട്ട് ചോദിക്കണ്ട, നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചാൽ മതി. 2004 സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ LDFിനുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി KK ശൈലജയും കൺവെൻഷനിൽ സംസാരിച്ചു. LDF നേതാക്കളായ മന്ത്രി AK ശശീന്ദ്രൻ, MLAമാർ, മറ്റ് വിവിധ ഘടകകക്ഷി നേതാക്കൾ എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ വിജയിപ്പിച്ചാൽ വയനാട് മണ്ഡലത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ താനുണ്ടാകുമെന്ന് PP സുനീറും വ്യക്തമാക്കി. നമ്മുടെ പാർലമെന്റ് മണ്ഡലം 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ്. കർണാടകയും തമിഴ്നാടും ഒക്കെ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശങ്ങളാണ്. അത്രമാത്രം വിപുലമായ പരിധിയാണ്, ഭൂവിസ്തൃതിയാണ് ഈ മണ്ഡലത്തിലുള്ളത്. എല്ലാവരെയും നേരിട്ട് കാണുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്, പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി എന്താണ് എന്ന് നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അവരോട് വോട്ടഭ്യർത്ഥിക്കാനും പരിചയപ്പെടുത്താനുമുള്ള ചുമതലയും ഉത്തരവാദിത്വവും എന്റെ പ്രിയപ്പെട്ട സഖാക്കളെയും പ്രവർത്തകരെയും ഞാൻ വിനീതമായി ഏൽപ്പിക്കുകയാണ്. കൺവെൻഷനിൽ PP സുനീറിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂർ ആയിഷയും സംസാരിച്ചു. ഏതായാലും മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു പടി കൂടി പ്രചാരണത്തിലേക്ക് LDF കടന്നിരിക്കുകയാണ്. ഇന്ന് പൊന്നാനിയിൽ നടന്ന LDFിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹിന്റെ റിപ്പോർട്ടിലേക്ക്. LDFിന്റെ മണ്ഡലം കൺവെൻഷനുകൾ ഇതോടെ പൂർത്തിയാവുകയാണ്. പൊന്നാനിയാണ് അവസാനത്തെ കൺവെൻഷൻ. ഏതാണ്ട് മണ്ഡല കൺവെൻഷനുകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ LDF മുന്നിൽ നിൽക്കുകയാണ്. പൊന്നാനി, മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും പൊന്നാനിയിലും മലപ്പുറത്തും UDFിൽ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. UDFും പ്രചാരണ രംഗത്ത് സജീവമാണ്. വലിയൊരു ആവേശം നമുക്ക് LDF കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന്
ഇന്നത്തെ പ്രചാരണ കേന്ദ്രത്തിൽ ആയിരങ്ങളാണ് LDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തത്. വലിയൊരു ആവേശം നമുക്ക് പൊന്നാനി മണ്ഡലത്തിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലത്തെ കോൺഗ്രസ്സുകാരൻ ഇന്ന് BJP ആണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ വളരെ കരുതലോടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. കോൺഗ്രസ് ഇല്ലാതെയും BJP വിരുദ്ധ സർക്കാർ ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന് 2004 തെളിഞ്ഞില്ലേ? മുസ്ലിം ലീഗ് ജയിക്കാതെയും കേന്ദ്രത്തിൽ BJP സർക്കാരിനെ മാറ്റാൻ കഴിയും എന്ന് 2004 തെളിയിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കാൻ ഈ കേരളം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം LDF കൺവീനർ A. വിജയരാഘവൻ, മന്ത്രി KT ജലീൽ തുടങ്ങിയവർ ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്തു. മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുക്കാതിരുന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരോട് സംസാരിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കരുതലോടെ രാജ്യം നിലനിൽക്കണോ എന്നത് അടുത്ത തവണ വോട്ടെടുപ്പ് ആവശ്യമാണോ എങ്കിൽ ഇടതുപക്ഷം പാർലമെന്റിൽ ഉണ്ടാവേണ്ട ഒരു ആവശ്യകതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു നേതാക്കൾ ഈ കൺവെൻഷനിൽ സംസാരിച്ചത്. പാലക്കാട് മണ്ഡലത്തിൽ അട്ടപ്പാടി മുതൽ പട്ടാമ്പി വരെയുള്ള പ്രദേശങ്ങളിൽ വോട്ട് തേടി പ്രചാരണത്തിനുള്ള തിരക്കിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ്. രാത്രി വൈകിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിലും MP രാജേഷ് ഞങ്ങളുടെ പ്രതിനിധിയുമായി തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകളൊക്കെ തന്നെയും പങ്കുവച്ചു. അതിന്റെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും സിജു കണ്ണൻ ചേരുന്നു. രാവിലെ മുതൽ രാത്രി വളരെ വൈകുന്നത് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളുമായാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ട പ്രചരണമാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം കൂടി? വളരെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ഈ പ്രചരണത്തിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിരാവിലെ മുതൽ രാത്രി വൈകും വരെ ഈ 40 ഡിഗ്രിക്ക് മുകളിലുള്ള ചൂടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കഠിനമായി ഒരു ദിവസം 14-15 മണിക്കൂർ കൊടും ചൂടിൽ ഇങ്ങനെ ഓടാൻ കഴിയുന്നത് തന്നെ ജനങ്ങൾ നൽകുന്ന ആവേശം കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ സാഹചര്യത്തിൽ ഒരു മനുഷ്യന് സാധ്യമാവുന്ന കാര്യമല്ല. അട്ടപ്പാടി മുതൽ ഏതാണ്ട് പട്ടാമ്പി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അട്ടപ്പാടിയിൽ തന്നെ സന്ദർശനം നടത്തി കഴിഞ്ഞു. ഈ മേഖലകളിൽ നിന്നെല്ലാം ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എൻ്റെ പര്യടനം യഥാർത്ഥത്തിൽ തുടങ്ങിയത് അട്ടപ്പാടിയിൽ നിന്നാണ്. അത് ബോധപൂർവം തന്നെയാണ് താനും. കാരണം ഈ കഴിഞ്ഞ 5 വർഷം നിരന്തരമായി ഏറ്റവും കൂടുതൽ ഇടപെട്ടൊരു പ്രദേശമാണ് അട്ടപ്പാടി. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് തുടങ്ങണം എന്ന് നിശ്ചയിച്ചത്. ആ പര്യടനത്തിൻ്റെ അനുഭവം വളരെ വളരെ ആവേശകരവും ഹൃദയസ്പർശിയുമായിരുന്നു. പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പിന്തുണ. ഞാൻ ഈ അനുഭവങ്ങളെല്ലാം കഴിയാവുന്നത്ര, എല്ലാം പങ്കുവെക്കാൻ കഴിയാറില്ലെങ്കിലും കഴിയാവുന്നത്ര അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെക്കാറുണ്ട്, ഫോട്ടോ സഹിതം പങ്കുവെക്കാറുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം ഹൃദ്യമായിരുന്നു അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്ന് കിട്ടിയ സ്വീകരണം എന്നത് കാണാൻ കഴിയും. പ്രചാരണത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? എല്ലാ മേഖലകളിലും പരമാവധി ഓടിയെത്താനുള്ള ശ്രമം? ഇപ്പോൾ പ്രധാനമായിട്ടും വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരെ സന്ദർശിക്കുകയാണ്. വ്യക്തികളെ കാണുക, സ്ഥാപനങ്ങളിൽ പോയി കൂട്ടായിട്ട് ആളുകളെ കാണുക. ഇന്നലെ മലമ്പുഴ മണ്ഡലത്തിൽ കഞ്ചിക്കോട്ടെ വ്യവസായ മേഖലയിലായിരുന്നു പര്യടനം. അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഫാക്ടറികളും സന്ദർശിച്ചു, കൂട്ടത്തോടെ തൊഴിലാളികളെ കാണുകയുണ്ടായി. അവിടെയും വളരെ ആവേശകരമായ അനുഭവമായിരുന്നു. ഒരാൾ പോലും ബാക്കിയില്ലാതെ മുഴുവൻ ആളുകളോട് വരവേൽക്കാൻ വന്നു. എന്നെ തന്നെ അമ്പരപ്പിച്ചൊരു സ്വീകരണമായിരുന്നു അത്. ശരി, വളരെ സജീവമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് പാലക്കാട് നടക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങളിലുള്ള കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ ഇടതുമുന്നണി പ്രവർത്തകർ. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണം വടക്കൻ മേഖലയിലും കൊഴുക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വാർത്തകളൊന്നും തന്നെയും ഇവിടെ തീരുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.